സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, സർക്കാരിൻ്റെ കയ്യിൽ കണമില്ല. എന്നിട്ട് 2 കൊല്ലം മുമ്പ് CAG ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കും. എവിടെയായിരുന്നു സർക്കാർ? അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിന് എളുപ്പമാണ്. ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ? അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും. അപ്പോൾ 100 കണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ്. സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതേ അവസരത്തിൽ എയ്ഡഡ് സ്കൂളിൽ 3 വർഷം മുമ്പ് അപ്പോയിൻമെൻറ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ ആളുകളുടേത് റദ്ദ് ചെയ്ത് ഡെയിലി വേജസ് ആക്കാൻ വേണ്ടിയുള്ള തീരുമാനം. എന്ത് തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത്? ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ട് 3 കൊല്ലം മുമ്പ് സ്ഥിരപ്പെടുത്തിയ, കഴിഞ്ഞ 3 കൊല്ലമായി എയ്ഡഡ് സ്കൂളിൽ വേക്കൻസി വന്ന്, റിട്ടയർമെൻറ്റ് വേക്കൻസി വന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഇപ്പോൾ ഡെയിലി വേജസ് ആക്കി മാറ്റുകയാണ്. ഈ ഗവൺമെൻറ് അല്ലാതെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനം വേറെ ആരാ എടുക്കുന്നത്?